നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജാവോ പെഡ്രോക്ക് ഹാട്രിക്ക്. കാർലോ ആഞ്ചലോട്ടി ജാവോ പെഡ്രോയെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ എടുക്കാത്തത് അബദ്ധമായോ എന്നൊരു ചർച്ച ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾക്കിടയിലുണ്ട്. എന്തായാലും പ്രീ സീസണിൽ തന്നെ ഗോളടി പുനരാരംഭിച്ചിരിക്കുകയാണ് ജാവോ പെഡ്രോ, അതും ഹാട്രിക്ക്. സാബി അലോൺസോ ചെൽസിയുടെ കോച്ചായി വന്നിട്ട് ആദ്യ വിജയം ഇവിടെ നേടുന്നു. വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സിനെതിരെ 6-4 വിജയമാണ് ചെൽസി നേടുന്നത്. 10 ഗോളുകൾ പിറന്ന മത്സരത്തിൽ 4-3 പിറകിൽ നിന്ന ചെൽസിയെ അവസാനം 9 മിനിറ്റിനിടയ്ക്ക് ഹാട്രിക് നേടിക്കൊണ്ട് ജാവോ പെഡ്രോ രക്ഷിച്ചെടുക്കുകയായിരുന്നു. കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ജാവോ പെഡ്രോ ഇറങ്ങിയിരുന്നത്. അതേസമയം എടുത്തു പറയേണ്ട ഒരാൾ ഡാസ്റ്റൺ സാറ്റ്പേവാണ്. കസാക്കിസ്ഥാൻ യുവതാരം 17കാരൻ പയ്യൻ ചെൽസിക്കായിട്ട് അരങ്ങേറി തൻ്റെ ആദ്യ ഗോളും നേടി. ഫ്രണ്ട്ലി മത്സരമാണ്, അത്ര പ്രാധാന്യമേ ഉള്ളൂ. എന്നാൽ പോലും വിജയത്തുടക്കം സാബി അലോൺസോക്ക്. ഇരുഭാഗത്തേക്കും ഗോളുകൾ വീണ മത്സരം. 7ാമത്തെ മിനിറ്റിൽ സാറ്റ്പേവിലൂടെ ചെൽസി ലീഡെടുത്തെങ്കിലും 14ാമത്തെ മിനിറ്റിലും 32ാമത്തെ മിനിറ്റിലും ഗോളടിച്ചുകൊണ്ട് വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സ് ലീഡ് പിടിച്ചതാണ്. എന്നാൽ 38ാമത്തെ മിനിറ്റിൽ എസ്യുജോയിലൂടെ ഗോളടിച്ചുകൊണ്ട് ഇടവേള സമയത്ത് 2-2 സമനിലയും കൊണ്ട് ചെൽസി കളിക്കളം വിട്ടു. രണ്ടാം പകുതിയിൽ 62ാമത്തെ മിനിറ്റിൽ വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സിൻ്റെ അടുത്ത ഗോൾ അവർ ലീഡ് പിടിക്കുന്നു. എന്നാൽ ജിറ്റൻസിലൂടെ 66ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിച്ചു ചെൽസി. പിന്നീട് 78ാമത്തെ മിനിറ്റിൽ ലീഡ് പിടിച്ചതാണ് വെസ്റ്റേൺ സിഡ്നി വാൻഡറേഴ്സ്. 4-3 അവർ മുന്നിൽ. അവിടെ നിന്നാണ് ജാവോ പെഡ്രോയുടെ ഹാട്രിക് വിസ്മയം. 80ാമത്തെ മിനിറ്റിലും 85ാമത്തെ മിനിറ്റിലും 89ാമത്തെ മിനിറ്റിലും ജാവോ പെഡ്രോ ഗോളടിച്ചതോടുകൂടി ചെൽസി വിജയിച്ച് കയറുകയായിരുന്നു. ഏതായാലും ഫ്രണ്ട്ലി മത്സരം ആ പ്രാധാന്യമേ ഉള്ളൂ എന്നറിയാം. അടുത്ത ഫ്രണ്ട്ലി മത്സരം ഓഗസ്റ്റ് 1 ചെൽസി സ്പേഴ്സുമായിട്ട് ഏറ്റുമുട്ടുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.